പിന്നീട് പാർട്ടിയുടെ ചെയർമാനായ ജോർജ് ജെ മാത്യുവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ 1971-ൽ കേരള കോൺഗ്രസ് ഏകദേശം മുക്കാലും ചത്ത കുതിരയായിരുന്നു. പാർട്ടിയോട് വികാരപരമായ അടുപ്പമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു എങ്കിലും സാമ്പത്തികമായും രാഷ്ട്രീയമായും പാർട്ടി തകർച്ചയുടെ വക്കിലായിരുന്നു. ഈ ഘട്ടത്തിലാണ് കേരള കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഉടലെടുക്കുന്നത്. കേരള കോൺഗ്രസിന്റെ നിലവിലെ തകർച്ചയ്ക്ക് കാരണം പാർട്ടിക്കുള്ളിലെ വാർദ്ധക്യഗ്രസ്തമായിട്ടുള്ള നേതൃത്വമാണ് എന്ന് ഈ പാർട്ടിയിലെ താരതമ്യേന യുവാക്കളായിട്ടുള്ള കുറേയേറെ ആളുകൾ ചേർന്ന് കണ്ടെത്തി. 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവർ ഫോം ചെയ്തു. ഈ സംഘത്തിൽ KM മാണി, KV കുര്യൻ, PJ ജോസഫ്, O ലൂക്കോസ്, VT സെബാസ്റ്റ്യൻ, CF തോമസ് കുതിരവട്ടം, TM ജേക്കബ്, ജോർജ് ജെ മാത്യു എന്നിവരാണ് ഉണ്ടായിരുന്നത്. KSC പ്രസിഡന്റായിട്ടുള്ള PC ജോസഫും പിന്നീട് ആ പാളയത്തിൽ ചെന്നു ചേർന്നു. പാർട്ടി അധ്യക്ഷൻ KM ജോർജ് അറിയാതെ ഈ സംഘം പാർട്ടിക്കുള്ളിൽ അവരുടെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കി തുടങ്ങി. ഈ ഒരു കാലത്ത് തന്നെയാണ് KM മാണി മാണി സാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതും. KM ജോർജിനെ എല്ലാവരും വന്ന് ജോർജ് സാർ എന്നാണ് വിളിച്ചിരുന്നത്. KM മാണിയെ പൊതുവെ കുഞ്ഞുമാണി എന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ കുഞ്ഞുമാണി എന്നുള്ള പേര് ഒരു ഗ്രൂപ്പിന്റെ ലീഡർക്ക് ചേർന്നതല്ല എന്ന് KM മാണിക്ക് അന്ന് തോന്നി തുടങ്ങി. അദ്ദേഹം ഈ 9 അംഗ ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗിൽ KV കുര്യൻ വഴി ഇനി ആരും കുഞ്ഞുമാണി എന്ന് വിളിക്കരുത് എന്നൊരു ആവശ്യം അറിയിക്കുന്നു. പകരം തന്നെ മാണി സാർ എന്ന് വിളിക്കണമെന്ന് അദ്ദേഹം KV കുര്യനെ കൊണ്ട് ഈ യോഗത്തിൽ പറയിക്കുന്നു. യോഗം ഈ തീരുമാനം ഔപചാരികമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ജോർജ് സാർ അപ്പുറമെങ്കിൽ ഇപ്പുറത്ത് മാണി സാർ എന്നത് എല്ലാവരും അംഗീകരിച്ചു.